നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഇന്ന് ആഴ്സണലും സ്പോർട്ടിംഗ് CPയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. തീർച്ചയായിട്ടും യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അട്ടിമറി വീരന്മാരായി വന്ന ബോഡോ ഗ്ലിംറ്റിനെ മടക്കി വിട്ടുകൊണ്ടാണ് സ്പോർട്ടിംഗ് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയതെങ്കിൽ മികച്ച പ്രകടനത്തോടുകൂടി കുതിക്കുകയാണ് ആഴ്സണൽ. അതുകൊണ്ട് തന്നെ നല്ലൊരു പോരാട്ടം കാണാൻ കഴിയും. ഇന്ന് സ്പോർട്ടിങ്ങിൻ്റെ മൈതാനത്താണ് കളി. ആഴ്സണൽ ആധിപത്യം പുലർത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരിരിക്കുന്നത്. എന്നാൽ വിട്ടുകൊടുക്കാതെ പൊരുതും എന്ന് തന്നെ ഇപ്പോൾ ആഴ്സണലിൻ്റെ കോച്ചും പറയുന്നു. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അതിൽ വളരെ കൃത്യമായിട്ട് ആർട്ടിറ്റ പറയുന്നുണ്ട്, ഈ ഒരു കളി വിജയത്തിൽ കുറഞ്ഞ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, മികച്ചൊരു പോരാട്ടം നടത്തും എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ബുക്കായോ സാക്കയുടെയും ജൂലിയൻ ടിംബറിൻ്റെയും കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അവർ ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടില്ല, അവരിതുവരെ റെഡി ആയിട്ടില്ല. ഹോപ്പ്ഫുള്ളി അവർ അവൈലബിൾ ആകും ഈ വീക്കെൻഡോടുകൂടി കാര്യങ്ങളെല്ലാം സെറ്റാവുകയാണെങ്കിൽ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുകയാണ്, നമ്മൾ സ്പോർട്ടിംഗ് CPയെ പോലൊരു ടീമിനെ നേരിടുമ്പോൾ നമ്മൾ അവരുടെ കാര്യങ്ങൾ ഉറ്റുനോക്കുമ്പോൾ, അവർ ചെയ്ത കാര്യങ്ങൾ നോക്കുമ്പോൾ, അവർ ഹോമിൽ ചെയ്ത കാര്യങ്ങൾ നോക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പമല്ല. അവർ ചാമ്പ്യൻസ് ലീഗിൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ നോക്കുക. ഈ ടീം തീർച്ചയായിട്ടും നമ്മൾ പരാജയപ്പെടുത്താൻ അല്പം ബുദ്ധിമുട്ടുന്ന ഒരു ടീമാണ്. അതിൻ്റെ ഡിഫിക്കൽറ്റി ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഏതായാലും ഞങ്ങൾ വളരെ മികച്ച ഒരു പോരാട്ടം നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടി ഇവിടെ എത്തുകയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആർട്ടിറ്റ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇവിടെ ലക്ഷ്യം വെക്കുന്നില്ല. അതേസമയം മറുഭാഗത്ത് എതിർ ടീമിൻ്റെ കോച്ചും വലിയ പ്രതീക്ഷയാണ് വെക്കുന്നത്. നല്ല പോരാട്ടം നടത്താൻ പറ്റുമെന്ന്. ഇപ്പോൾ സ്പോർട്ടിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ കോച്ചും അതുപോലെ തന്നെ ഡിഫൻഡർ മാക്സിമിലിയാനോ അറൗഹോയും ഒക്കെ പറയുന്നു. അദ്ദേഹം പറയുന്നു, അറൗഹോ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾക്കറിയാം വളരെ ഡിഫിക്കൽട്ടാണ്, പക്ഷേ ഞങ്ങൾ നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ടുണ്ട് ഈ ഒരു മത്സരത്തിന് വേണ്ടി. ഞങ്ങൾക്ക് ഒരു ഗ്രേറ്റ് ടൈ ആയിരിക്കും ഇത്, ഗ്രേറ്റ് മാച്ച് ആയിരിക്കും ഇത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് മാക്സിമിലിയാനോ അറൗഹോ പറയുന്നു. അവരുടെ കോച്ച് റൂയി ബോർജസ് കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങളുടെ ഒരു ഡ്രീമുണ്ട്, സ്വപ്നമുണ്ട്, അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഈ ക്ലബിൻ്റെ ചരിത്രത്തിൽ ഉയർന്നൊരു സ്ഥാനം നേടണം. നാളത്തെ ദിവസം, അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് പറയുകയാണ്, നാളത്തെ ദിവസം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു എനർജി, സ്റ്റേഡിയത്തിൽ ഫാൻസ് നിറയുമ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാജിക്കൽ നൈറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വി ക്യാൻ ഡൂ സംതിങ് എക്സ്ട്രാ ഓർഡിനറി വിത്ത് ദാറ്റ് എന്നുകൂടി ആരാധക പിന്തുണയെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് അവരുടെ കോച്ച് പറയുന്നു. സോ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് ഈ ഒരു ഹോം മത്സരം. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. പക്ഷേ സ്വന്തം മൈതാനത്ത് അവർക്ക് സാധ്യതകളുണ്ട്. ആഴ്സണലിനെതിരെ പോരാടാൻ അവർ തയ്യാറുമാണ്. ഈ രണ്ട് ടീമുകളുടെയും നിലവിൽ ഫോം ഗൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവസാനത്തെ 5 കളികളിൽ 3 എണ്ണമാണ് സ്പോർട്ടിംഗ് CP ജയിച്ചത്. 1 കളി സമനില, 1 കളി തോൽവി. ആഴ്സണൽ അവസാനത്തെ 5 കളികളിൽ 2 കളിയാണ് ജയിച്ചത്, 1 സമനില, 2 തോൽവികൾ. ഹെഡ് ടു ഹെഡിൻ്റെ കണക്ക്, ഒറ്റക്കളിയുടെ കണക്കാണ് ഇപ്പോൾ യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നൽകുന്നത്. അതിൽ ആഴ്സണൽ ഒരു വിജയമായിട്ട് നിൽക്കുന്നു. 5 ഗോളുകൾ ആഴ്സണൽ അടിച്ചപ്പോൾ 1 ഗോൾ മാത്രമാണ് സ്പോർട്ടിങ്ങിന് അടിക്കാൻ പറ്റിയത്. ഏതായാലും ഇന്നൊരു കിടിലൻ പോരാട്ടം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.